നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, മാക്സിമം ആൾക്കാർ ഇതൊന്ന് ഷെയർ ചെയ്യാം. ഫിറോസിൻ്റെ വീട്ടിലാണ്. ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കി. അവരത് പൈസകൾ കുറച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. വലിയൊരു ഉപകാരമാണ് സത്യത്തില്. ഒരു നെട്ടിക്കണം നിങ്ങൾ ഇത്രയും കുറച്ചു കൊടുത്തിട്ട് ഭയങ്കര സന്തോഷം. അതെ അതെ അതെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് നല്ല നല്ല ഡോക്ടറാ ഉണ്ടല്ലേ ഉണ്ടല്ലേ. ഇൻഷാല്ലാ ആയിക്കോട്ടെ. ഇത് 4:30 ശരിയാകാൻ കേട്ടോ. ഇതിൽ 7 ഇത് 4:30 ഡിസ്ചാർജ് തരാനുണ്ട്. അപ്പൊ ബാക്കി പൈസന്റെ കാര്യം നമുക്ക് നോക്കാം. ഇതിന്റെ കയ്യിൽ വെച്ചോട്ടെ ഞാൻ. ഞാൻ നിങ്ങളടുത്തേക്ക് വരാം കേട്ടോ. ഇതിലുണ്ടല്ലോ മൊബൈൽ നമ്പറൊക്കെ ഇല്ലേ? ആ ഉണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാം കേട്ടാ. പാലക്കാട് എവിടെയാണ്? വെറുതെ ആളുകൾ അങ്ങനെ ഒത്തിരി ആഗ്രഹം പഠിക്കും. എല്ലാവർക്കും കാണാം, എല്ലാവർക്കും കാണാം. നമ്മളൊന്ന് സഹായിക്കും. അല്ല നിങ്ങളുടെ കുട്ടികളല്ലോ, അപ്പത്ത് 4 കുട്ടികളാണോ അല്ലേ? അത് പറ്റൂല. നിങ്ങൾ 4 ആണല്ലേ? ഈ വെള്ളം പറയുന്ന സുഖമായിട്ട് ഇങ്ങനെ ആയിട്ട് അതാണ്. വലിയ തലയാണോ? നടക്കാനാവൂല അതൊരാൾക്ക്. പിന്നെ വേറെ ആൾക്കെന്താ എന്താ അസുഖം? ഡോണറെ കണ്ടെത്തണ്ടേ? അത് വലിയ പ്രയാസമാണ്. നിങ്ങൾ ഡോണറെ റെഡിയാക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്. എനിക്കറിയില്ല, നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും
അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വല്ല ബാലൻസ് വന്നാൽ തരാമെന്ന് മാത്രമല്ല, നമുക്ക് തൽക്കാലം ഡയാലിസിസോ കാര്യങ്ങളോ ചെയ്തു എന്താ ചെയ്യാ? നിങ്ങളുടെ കുടുംബത്തില് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മൾ പോയത്. പോയപ്പോ അവിടെ അവര് അപ്പം മുത്ത് മണിയാളെ മാണിക്കക്കല്ലാളെ പുകലാളെ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ ഉണ്ടല്ലേ? ഇതാണ് വെറുതെ മനുഷ്യന്മാർ ഓരോരോ വാണ്ടാത്ത വർത്താനം പറഞ്ഞാണ്ട് കുരുവും പൊട്ടിച്ച് അങ്ങനെ നടക്കും. കക്കാനാണ്, മറ്റീനാണ്, മറിച്ചീനാണെന്നും പറഞ്ഞാണ്ട് ഇതിൻ്റെ ഒന്നും ശരിക്കുള്ളത് ഒരു മനുഷ്യനും ചോദിച്ചണമില്ല, ഒന്നും ഇതാക്കണമില്ല. വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കാനേ ആൾക്കാർക്ക് തിരക്കിടില്ല. ഓരോരോ പാവങ്ങൾ കുടിച്ച രോഗികളാണ് ഇങ്ങോട്ട് വന്നുകാണ്ട് പിന്നെ നിൽക്കണത്. അയറ്റയാൾക്ക് 10 റുപ്യ കിട്ടാൻ വേണ്ടി. എന്നിട്ട് വീഡിയോ എടുത്താലോ കുറച്ച് ആൾക്കാർ വന്നുകാണ്ട് ഒച്ചയും പൊളി ഉണ്ടാക്കിയാണ്ട് അങ്ങനെ നടക്കുക. മറ്റേതാണ് മറിച്ചതാണ് പറഞ്ഞത്. ഇതൊക്കെ രോഗികളാണ്, അല്ലാതെ വേറെ മനുഷ്യന്മാരും അല്ലേ വന്നിക്കണത്. അപ്പം എന്താ പറയുക, കുറേ ആൾക്കാർക്ക് കുരു പൊട്ടും. കാരണം ഫിറോസിനെ കാണാൻ അങ്ങനെ ആൾക്കാർ വരികയല്ലേ. അപ്പോൾ കുരു പൊട്ടണവരുണ്ടാവും, കണ്ടമാനം ആൾക്കാർ കുരു പൊട്ടണവരുണ്ട്. കുരു പൊട്ടിയിട്ട് കാര്യമില്ല, ഇതിനൊന്നും കുരു പൊട്ടിയിട്ടൊരു കാര്യമല്ല അല്ലേ. ആംബുലൻസിലൊക്കെയാണ് ആൾക്കാർ വന്നിക്കണത്. വെറുതെ ഓരോരോ വിവാദവും കാര്യങ്ങളും ഉണ്ടാക്കിക്കാണ്ട് നമ്മളെ ഫിറോസിൻ്റെ പെരയിലാ മുത്തുമണിയാൻ. ഇന്നിവിടെ രോഗികളെ വന്നിക്കാണ്. കണ്ടമാനം രോഗികൾ ഇവിടെ വന്നിക്കണം. മഞ്ചേരിയോ? ഞമ്മള് കുറച്ചേരെ ഉണ്ട്. അപ്പം എന്താ സംഭവം എന്ന് അറിയാം ഞാൻ പറഞ്ഞത്. വെറുതെ ഓരോരോ പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ ഒരുപാട് ലോങ്ങൊന്നും ഇവിടുന്നാണ് വന്നിക്കണത്. എത്രങ്ങാനും പാവം പിടിച്ച രോഗികളവിടെ വന്നിക്കണ അറിയോ? ഒരുപാട് ആൾക്കാരുണ്ട്, കണ്ടമാനം ജനങ്ങളുണ്ട്. ഞമ്മക്ക് തന്നെ കണ്ടാൽ സഹിച്ചൂല അജാതി. ഒക്കെ കണ്ടു. അപ്പം മാക്സിമം നമ്മളെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് രോഗികളാണ്. ഇനി ഓരോ രോഗികളെ നമ്മളിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഫിറോസിനെ കണ്ടതിന് ശേഷം എന്താണ് ആളൊന്ന് പോയി കാണണം. കണ്ടിട്ട് ഈ അപേക്ഷ അവിടെ കൊടുക്കുക. അപ്പൊ എന്താണെന്നറിയോ, അതവിടെ മൂപ്പര് മാറ്റി വെക്കും. നിങ്ങൾ ഡോണറിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോയി കാണാം. അപ്പൊ ആളെന്നെ വിളിക്കും, ബാക്കി കാര്യം ഞാൻ ചെയ്തുതരാം കേട്ടാ. ഇപ്പൊ എവിടെയാ കാണിക്കണേ? കണ്ണൂർ മിംസിലാണോ? കോഴിക്കോട് മിംസിലാണോ? ഇത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം കേട്ടാ. ഇത് മാച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടാ.
ഡോണറെ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ചെക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ കൂടെ ഇതിൽ വിളിക്കുക, ഇതിൽ വിളിച്ചിട്ട് ഈ ഫയൽ അവിടെ കൊടുക്കുക. ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് ആളെ കൊണ്ട് എന്നെ വിളിക്കാൻ പറയാം. അല്ലെങ്കിൽ ഞാൻ മറന്നു, ഇത്രയും രോഗികൾ വരുന്നല്ലേ, ഞാൻ മറന്നു പോകാതിരിക്കാനാണത് പറയണത്. ടെസ്റ്റ് കഴിഞ്ഞ് ഓക്കെ പറഞ്ഞാൽ നമുക്കത് ചെയ്യാം കേട്ടാ. ആയിക്കോട്ടെ. നിങ്ങൾക്കൊക്കെ ഇരിക്കാനുള്ള ചെയർ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആളുകൾ നിൽക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും വരുന്ന ആളുകളെ വിളിച്ച് ഇരുത്തത് പോലും ഇല്ല എന്നുള്ളത്. ഞങ്ങൾക്ക് അറിയില്ലല്ലോ ചെയർ ഞാൻ എല്ലാവരും നോക്കാം. നിങ്ങൾ അവിടെ ഇരുന്നോളി. അതെ, നിങ്ങൾ പറഞ്ഞതറിയില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ? മകളുടെ ഇത് നമ്മൾ വിട്ടുകൊടുക്കും. നിങ്ങൾ പറഞ്ഞതാ അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യാം, അവിടെ ഇരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊരു തീരുമാനമാക്കിയിട്ട് പോവാം കേട്ടോ. ലാസ്റ്റ് പോരെ, നിങ്ങൾ അവിടെ ഇരുന്നോളി. മൂന്ന് വർഷം നിന്നപ്പോ മാറ്റി വെച്ചത് അതെന്താ പറ്റി? രണ്ട് മാസം 3 മാസം 2 കൊല്ലം പോലെ നിൽക്കുക. എന്നിട്ട് ഓരോ തരികടിയും പറഞ്ഞിട്ട് പാവങ്ങളുടെ ബുദ്ധിമുട്ടിലാണ്. ഭർത്താവിന്റെ അനിയൻ തരാൻ നോക്കുന്നുണ്ടോ? നിങ്ങൾ ഇനി ആ ആശുപത്രിയിൽ കാണിക്കരുത്. എന്തിനാ അവിടെ കാണിക്കുന്നത്? നിങ്ങള് ഒരു സാധനം മാറ്റി വെച്ചിട്ട് 3 കൊല്ലം പോലും നിന്നില്ല, അപ്പോഴേക്കും കംപ്ലൈന്റ് ആയ സാധനം പിന്നെ ഒരു ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടായിരിക്കും. അല്ലാതെ എന്താ പറയാ? നിങ്ങള് വേറെ ഇപ്പൊ നിങ്ങളുടെ ഭർത്താവിന്റെ അനിയനല്ലേ നിങ്ങൾക്ക് തരുന്നത്? നിങ്ങൾ കോഴിക്കോട് ഒരു ഇക്ര ഹോസ്പിറ്റലുണ്ട്, അവിടെ പോവാം, അവിടെ കാണിക്കാം. അവിടെ ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ചികിത്സ ചെയ്യുന്നവർ ഓരാ. അവിടെ കൊണ്ടുപോയിട്ട് കാണിക്കോ? പൈസന്റെ കാര്യം ഞാൻ നോക്കിക്കോട്ടെ കേട്ടാ. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഭർത്താവിന്റെ അനിയനെയും കൂട്ടി അവിടെ കൊണ്ട് കാണിച്ച് ടെസ്റ്റ് നടത്തിയിട്ട് ഡേറ്റ് വാങ്ങിയിട്ട് ഇന്നെ വന്ന് കാണാം. ഒരു സ്റ്റാർട്ടിങ്ങിനുള്ള ഒരു ചെറിയൊരു തുക നിങ്ങൾ എവിടെ നിന്നെങ്കിലും കണ്ടെത്തണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ബാക്കി ഞാൻ ചെയ്യും. 10-40,000 റുപ്യൻ്റെ ചിലവല്ലേ വരുള്ളൂ. അവിടെ അതിനേക്കാളും കുറവാണ്, ടെസ്റ്റുകൾക്കും വളരെ കുറവാണ്. ഒരു സുഖമായിട്ട്. പിന്നെ നിങ്ങളിപ്പോൾ എവിടെ സ്ഥലം എവിടെയാ? കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നില്ലേ? നിങ്ങൾ പോയോ കോട്ടയം മെഡിക്കൽ കോളേജിൽ? ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ മറ്റേ കിഡ്നിയുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടല്ലേ? എന്നാലും ഒരു 2-3 മാസം കൊണ്ടൊക്കെ കിട്ടുമോ? ഇപ്പൊ തന്നെ വിളിക്കോ? ഓക്കെ. അതായതേ ഇവരുടെ ഭാര്യ നേരത്തെ കിഡ്നി കൊടുത്തിട്ട് ആ കിഡ്നി 3 വർഷം തികച്ചു നിന്നില്ല. അപ്പോഴേക്കും ആ സാധനം കംപ്ലൈന്റ് ആയി. കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞാല് അത് വെച്ചത് ശരിയാവാണ്ടായിരിക്കാം, അത് പോയി. എന്നിട്ട് ഇപ്പോ അയാളുടെ അനിയനാണ് കൊടുക്കണത്. അപ്പൊ അവര് തീരെ പൈസ ഇല്ല, ബുദ്ധിമുട്ടിട്ടാ വന്നേക്കണത്. അപ്പൊ അവിടെ നിന്ന് ചെയ്യണമെങ്കിൽ ചെറിയ പൈസക്ക് നമുക്ക് ചെയ്യാലോ. ഒന്ന് ചോദിച്ചു കൊടുക്കും. ഓക്കെ. ചേച്ചി നിങ്ങൾ അവിടെ ഇരുന്നോ, നമുക്ക്
കോള് വരട്ടെ, അതിന് ശേഷം തീരുമാനിക്കാം കേട്ടോ. എല്ലാവരും കിഡ്നി രോഗികളാണല്ലോ. 1500 ഡയാലിസിസോ? കുറച്ചോനെ നിങ്ങൾക്ക് അസുഖം, നിങ്ങൾക്ക് കുറച്ച് ആരോഗ്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. എന്താ ചെയ്യുന്നത്? ഞാൻ വാർത്ത സഹായം കൊണ്ടാണ് ഡയൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇന്ന് വാർത്ത വയസ്സായി. രജിസ്റ്റർ ചെയ്തു, പക്ഷെ അത് വീട്ടിൽ നിന്ന് തരാൻ രോഗി വന്നിട്ടുണ്ടോ? മറ്റേത് തന്നല്ലേ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ളതിന്റെ സ്റ്റേറ്റ് എസ്റ്റിമേറ്റ് ആണ്. നിങ്ങൾ കടാവറിൽ രജിസ്റ്റർ ചെയ്തിട്ടോ? അതായിട്ടില്ല, വെയിറ്റിംഗ് ആണ്. ഇപ്പം അല്ലേ 99 ചെയ്തോ, രജിസ്റ്റർ ചെയ്തോ? ഇപ്പൊ എത്ര ആയി? പക്ഷെ നിങ്ങളുടെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് വന്നാൽ കിട്ടും. കാരണം പല ഗ്രൂപ്പിലുള്ളവരെ ആണല്ലോ 1-2 വട്ടം വെച്ച്. നിങ്ങളുടെ ഗ്രൂപ്പ് വന്നാൽ നിങ്ങളെ വിളിച്ചിട്ട് ആ സലീമിന്റെ കൂടെ വീഡിയോ ഇല്ല. എൻ്റെ പേരെന്താ? ആഷിഫ്. മുന്നോട്ട് കൊണ്ടുപോകുന്ന സാമ്പത്തിക ആഷിഫ്, ഒരാളെ വിളിച്ചിട്ട് കിഡ്നി തരാന്ന് പറഞ്ഞില്ലേ? അയാളുടെ ഗ്രൂപ്പ് ഏതാ? പോസിറ്റീവ് ആണല്ലേ? വല്ല എ നെഗറ്റീവ് ഉണ്ടോ? ആരെങ്കിലും ദാനം ചെയ്യാൻ പാവങ്ങൾ ആരെങ്കിലും ഉണ്ടോ കൊടുക്കാൻ പറ്റിയത്? ഓക്കെ, ഞാൻ വിളിക്കാം. ഇത് പോസിറ്റീവ് ആണ്. ഒരാളെ വല്ല പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അയാൾ ദാനം ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം തീർന്നില്ലേ? അത് പോസിറ്റീവ് അത്രേ. ഇതെന്താ ഇപ്പൊ ഇതെങ്ങനെയപ്പോ നമ്മള് പരിഗണിക്കുക? നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ അടുത്ത് വന്നതിന്റെ? ഇപ്പം നിലവിൽ എനിക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല. 1, 2 ട്രാൻസ്പ്ലാന്റേഷന് സൗകര്യം കിട്ടുകയാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ നമ്മൾ ഡയാലിസിസിന് സഹായിക്കണം, അതല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സഹായിക്കണം. നമ്മൾ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് സമയമാകുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് വരണം. ട്രാൻസ്പ്ലാന്റേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഭയങ്കര പാട് ഡോണർ കിട്ടാനും. ഞാനത് നോക്കട്ടെ, ഞങ്ങളിത് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. ഡയാലിസിസിനുള്ള ഒരു സഹായം ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം കേട്ടോ. ഞാൻ വിളിക്കാം ഞങ്ങളെ കേട്ടോ. ഞങ്ങളിത് നമ്പർ ഉണ്ടല്ലോ ഞങ്ങളുടെ കയ്യിൽ. 961448518. നിങ്ങളെ വിളിക്കാം. വിളയില്ലേ? എന്താ കോളാ? എന്താണ് കേട്ടോ. എടുത്തിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ആയിക്കോട്ടെ, മതി.
അല്ല അവരിവിടെ കുറച്ച് നേരം ഉണ്ട്, ഒരു അരമുക്കാൽ മണിക്കൂർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കാനൊന്ന് നിർബന്ധിക്കുക, കാരണം ഒരു കയ്യിലൊന്നും ഇല്ലേ കേട്ടോ. ശരി ശരി. യെസ്, നിങ്ങൾ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഓലിപ്പുറത്തിരിക്കടാ. ഈ അസുഖമാണെന്നുള്ള ശരി, അതിന്റെ താഴെ വീടില്ലാന്ന് എഴുതേണ്ട ആവശ്യമില്ല. നമ്മള് വീടിനല്ലല്ലോ വന്ന, അസുഖത്തിനല്ലേ. ഇതിനെന്തെങ്കിലും സർജറിക്ക് എത്ര ചെലവാന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതിനെന്താ ചെലവ് പറഞ്ഞിരിക്കണ? 40,000 ഉറുപ്പിക നിങ്ങളുടെ പ്രശ്നം തീരോ? ഇവിടെയാണ് 40,000 ഉറുപ്പിക റേഡിയേഷൻ. എന്റെ ഇത് എടുത്തോ, മറ്റേ സാനിറ്റൈസർ എടുത്തോ. ഓ നിങ്ങളൊരു കാര്യം ചെയ്യോ, നിങ്ങളിവിടെ ഇരിക്കുക. ഇത് ചെറിയ പൈസന്റെ കേസല്ലേ, നമുക്കിപ്പോ തന്നെ റെഡിയാക്കാം കേട്ടോ. ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് പോവാ കേട്ടോ. ഇത് കയ്യിൽ വെച്ചോ. നിങ്ങൾക്കൊരു 1-1.5 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ തീരൂലേ പ്രശ്നം അല്ലേ? റേഡിയേഷൻ ഒരു 40 സർജറിക്ക് ബാക്കിയുള്ളതുണ്ടെങ്കിൽ അവിടെ നിന്ന് റെഡി ആവൂലേ? അത് നമുക്കിപ്പോൾ റെഡിയാക്കാം. നിങ്ങൾ അങ്ങോട്ട് ഇരുന്നോ കേട്ടാ. ശരീരമൊക്കെ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതിലിപ്പോൾ ട്രീറ്റ്മെന്റിൽ പുറത്തേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ്. ഓയ് എന്താ വർത്താനം? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഏയ് അങ്ങനെ പോണു. മാണിക്കല്ല് പുകലാളായി ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെ നെയ്തുക്ക മാഷാ അല്ലാ. ഞാനത് കാണാൻ മറ്റാളുടെ നമ്പറും ഡീറ്റെയിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഏത് ആ ലൈവ് വന്നില്ല ഏത് സൗദിയിൽ നിന്ന് ലൈവ് വന്നില്ല. നമ്മുടെ സത്തേരി ഇരുന്നിട്ട് ഒരു വണ്ടിയിൽ ഇരുന്നിട്ട് ചങ്ങായി ലൈവ് ഇട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡീറ്റെയിൽ അത് കിട്ടിയില്ല. കിട്ടി ഞാൻ വീട്ടിൽ ബാബു അല്ലേ? അതറിയാം. പൊന്നാര ചങ്ങായിമാരെ നിങ്ങളെ കമൻറ്റ് കുറേ കണ്ടു. ഞാൻ തന്നെ ചിരിച്ചാണ്ട് അന്തം പൊട്ടിക്കണം. സംഗതി എന്താ അറിയോ, നിങ്ങൾ കമൻറ്റ് ഇടുന്നത് നല്ല കമൻറ്റ് ഒരുപാടുണ്ട്. പക്ഷെ അതിൻ്റെ അടിയിൽ കൂടി വേണ്ടാത്ത ഒലക്കമരെ ഒരു കമൻറ്റ് നമ്മൾ കാണായിട്ടല്ല. പൈസ പിരിച്ചാണ്, മറ്റേത് പിരിച്ചാണ്, ഇത് പിരിച്ചാന്നൊക്കെ പറഞ്ഞാണ്ട് എന്തിനാടെ ചങ്ങായിമാരെ ഈ തലക്ക് വെളിവില്ലാത്ത വർത്താനം പറഞ്ഞാണ്ട് നടക്കുന്നത്? കുറച്ച് ഉസുറും പുളി മാനാവസാനം ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും. തലക്ക് വെളിവുണ്ട് ചങ്ങായിമാരെ എനിക്ക്. ഈ പാവങ്ങളൊക്കെ പൈസയും കൊടുക്കും, എല്ലാം കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ വേണ്ടാത്ത വർത്താനം പറഞ്ഞാണ്ട് ഇങ്ങനെ നടക്കന്നെ.
വല്ലാത്ത ജാതിയാളിനായിട്ട് ഏതായാലും ഒരു പൊട്ടിയിട്ട് നിൽക്കൂല, ഒലിച്ചങ്ങോട്ട് ഇതാവും. നിങ്ങൾക്ക് ഒലി വരും. പാവങ്ങൾ, ചെറിയ കുട്ടികൾ വരെ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികളൊക്കെയാണ് ഈ പാവത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അതിനും നിങ്ങൾ ഈ ഒലക്കമ്മര കമൻറ്റ് ഇടുന്നുണ്ടല്ലോ, വല്ലാത്ത ജാതി. മത് കൊടുക്കുക, ഞാൻ ജില് വിമർശിക്കണോലൊക്കെ അതൊന്ന് കാണട്ടെ. 2 ഫോണാണ്. മാണിക്കക്കല്ലുകൾ പുകലാളെ എന്താ ഭർത്താന സുഖമല്ലേ? അതിൻ്റെ ഇടയിൽ ഫിറോസിൻ്റെ പെരക്ക് ഏറെ വലുപ്പമില്ല എന്ന് പറയുന്നു. അത് ഞാൻ കാട്ടി കൊടുത്തിക്കണ്. ഏതൊരു ചങ്ങായി വന്നാണ്ട് കടന്നുകാണ്ട് എടുത്തിരുന്നില്ലേ, അടി പരത്തിയാണ്ടൊന്നായിട്ട്. എടാ അത് സ്ഥലം ഫിറോസിൻ്റെ വീട്ടിലാണേ, വേറെ എവിടെയല്ല. മാഷാ അല്ലാ, മുത്തുമണി കുഞ്ഞാന്. അൽ മാണിക്കക്കല്ലും അൽ പൂക്കലും ബാക്കിലും ഉണ്ട്. വല്ലാത്ത ജാതി. ഇന്ന് പൊളിച്ചെടുക്കുകയാണ്. ഇന്ന് ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കും ഞാൻ. ആംബുലൻസിലൊക്കെയാണ് ചങ്ങായിമാരെ വന്നിട്ടുള്ളത്. അതൊക്കെ ഒന്ന് നോക്കുകയാണ് നിങ്ങൾ. ആംബുലൻസിലാണ് വന്നിക്കണത്, രോഗികളാണ് ഈ വന്നിക്കണത്. ഇതൊക്കെ ഫിറോസിൻ്റെ അടുത്ത് നിന്ന് കിട്ടും കരുതിയാണ്ട് തന്നെയാണ് ഈ വരുന്നത്. നന്മ. നിങ്ങൾ എവിടെ നിന്നേട്ടാ? ദേശമംഗലോ? എന്താണ് അസുഖം? കുട്ടീൻ്റെ കല്യാണക്കാരിയോ? രോഗികൾ മാത്രമൊന്നുമല്ല വരുന്നത്, ഒരുപാട് എത്തിയും കുട്ടികളും പാവപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതിറ്റാളെ കല്യാണക്കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് ഇവിടെ. അപ്പം എന്താ അറിയോ, നിങ്ങൾ വെറുതെ കുറച്ച് ആൾക്കാർ വന്നാണ്ട് കൊക്കൊക്കൊക്കെ പറഞ്ഞ് കുരച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് നമ്മളങ്ങനെ ട്രോളിയിട്ട് ഏതായാലും ഇന്ന ട്രോളായിട്ടാണ് നിങ്ങൾക്ക് വല്ലാത്ത ജാതി കേൾക്കുന്നത്. നിങ്ങളെന്ത് ചെയ്യുന്നേട്ടാ? കുട്ടിക്ക് സുഖല്ലായ്മേ? എന്ത് ചെയ്തു? എന്ത് ചെയ്തു? മജ്ജ മാറ്റൊക്കെ. നാട്ടിൽ പോയിക്കോളൂ, അവിടെ ഉണ്ട് കേട്ടോ ഫിറോസ്. ഇഞ്ച നാട്ടുകാരനോ? വാലേക്കും അസ്സലാം. ഞാൻ പട്ടിക്കാട്. നമ്മളെ ചിരി കേട്ടപ്പോൾ വന്നതാ. തന്നെ ചെറിയ വല്ലാത്ത ചെറിയ വല്ലാത്ത ജാതി ചെറിയാണ്. പരിചയപ്പെട്ടില്ല, ദിവസം കാണും. നമ്മളെ നാട്ടുകാരാണ്. ഇപ്പോഴാണ് ഞങ്ങളും കാണുന്നത്. അൽ മാണിക്കക്കല്ലോ അൽ പുകലു. 18 പട്ടിക്കാട്. അതന്നെ 18 പട്ടിക്കാട്. നമ്മളവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ സ്കൂളിലാണ്, മാഷാണ്. എൻ്റെ ഒരു സുഹൃത്തിന്റെ അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് സ്ട്രോക്ക് ആയിട്ട് കിടപ്പില്ല. അപ്പോൾ ചികിത്സിക്കാനുള്ള വകല്ല മൂപ്പരക്ക്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. ഇങ്ങനെ ഒരു വന്ന് നോക്കാൻ സംസാരിക്കാന്നുള്ളതിലേക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ മുമ്പ് ആരോടോ ബന്ധപ്പെട്ടപ്പോ പക്ഷെ എന്താ പറയുക, ഒരുപാട് ആൾക്കാരെ കുറച്ച് ഉളുപ്പില്ലാത്ത ആൾക്കാർ മാഷെ പിന്നെ വിമർശിക്കുന്നുണ്ട്. അതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടോ? അല്ല, അതൊന്നും ചെയ്യാതെ വെറുതെ വിമർശിച്ചിട്ട് കാര്യമില്ല. അതാണ് കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെ വിമർശനം. അതാണ് ഇത് വല്ലാത്ത ജാതി വിമർശനമാണ്. നല്ല കാര്യങ്ങളുണ്ടാവും, അപ്പൊ 10% ആളുകൾ അത് ഇതൊക്കെ പറയും. അത് നോക്കിയിട്ട് കാര്യമില്ല. ഒന്നും ചെയ്യൂല, ഒരു വിമർശനമില്ല, അതുകൊണ്ട് കാര്യമില്ല. ഇത് 10 പൈസന്റെ ഉപകാരം ഇല്ലേനും, എന്നാലോ ബേക്ക് കൂടി അങ്ങനെ മാനാളം കുത്തിയാണ്ട് നടക്കുക. ഇപ്പൊ ഫിറോസിന്റെ പെരക്കാണ് പ്രശ്നം, ഫിറോസിന്റെ വണ്ടിക്കാണ് പ്രശ്നം. ചെങ്ങായിമാരെ അതന്നെ ഓന് എല്ലാം കിട്ടും. ഓന് വേണമെന്നുണ്ടെങ്കിൽ അതിലും വലിയ സാധനം കിട്ടും. ജനങ്ങൾ കൊടുക്കും ചെയ്യും. അതിനൊന്നും നിങ്ങൾ കുരുവൊട്ടിച്ചിട്ട് കാര്യമല്ല. അതിലും വലുതിഞ്ഞ് കൊടുക്കും. ഇനി കൊട്ടാരം വേണേ കയറ്റി കൊടുക്കും ജനങ്ങള്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കടന്നിങ്ങനെ കട 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 കടാന്നിങ്ങനെ പറഞ്ഞോളി. ഇജ്ജിപ്പോൾ ഫിറോസിൻ്റെ ഒപ്പം കൂടാനുള്ള കാരണം അത് വല്ലാത്തൊരു കാരണമാണ്. വല്ലവും കിട്ടുകയാണെങ്കിൽ ഒച്ചും ഇച്ചും മണഞ്ഞൊരു പേരെയും ഒരു ഇന്നോവയും വേണം. ഇല്ല ഇന്നോവയും പേരെയും പോരാ, ഒന്നും പാടെ കിട്ടുക. ചങ്ങായിമാരെ നമ്മൾ ആകെ 6 മാസം ലീവിന് വന്നതാണ്. അതിൽ 2 മാസം കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ തടിയപ്പോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പം നമ്മൾ നടക്കും. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഞങ്ങളെ പാരപ്പേര് ഞാൻ ഇനി ഫിറോസിൻ്റെ ഒപ്പം നടക്കും ചെയ്യും, ഫിറോസിൻ്റെ ഒപ്പം കടക്കുകയും ചെയ്യും. എല്ലായിടത്തേക്കും പോകും. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കേട്ട് പേര് നമ്മൾ പാണ്ടിക്കട്ടങ്ങാടിയിലുണ്ട്. ഒരു പൊട്ടിച്ചിട്ടൊന്നും കാര്യമല്ല.
വൈഫും കുട്ടികളൊക്കെ നിങ്ങളെ വീഡിയോ ഒക്കെ കാണും. അതിനിപ്പോ ജനങ്ങൾ വിചാരം എന്താ പറയുക, ഞാൻ ചാരിറ്റിക്കാരനാണെന്നാണ്. പക്ഷെ നമ്മൾ ടിക്ടോക്ക് ആട്ടോ, നമ്മൾ ടിക്ടോക്ക് വന്നാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. ടിക്ടോക്കിൽ അങ്ങനെ വീഡിയോ ചെയ്ത് ഓൺ വോയിസ് ചെയ്തായതാണ്. അല്ലാതെ ഇപ്പൊ ഇന്നലെ ഉണ്ടാക്കിയ ഈ പേജ് 1,00,000 ചില്ലാൻ ആൾക്കാരെ നമ്മളെ സ്നേഹിക്കണവര് നമ്മളെ പേജ് പിന്നെ ഫോളോ ചെയ്യും, ലൈക്ക് അടിച്ചും ഒക്കെ ചെയ്യും. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളും ആയിട്ട് ലൈക്ക് അടിക്കുക, ഫോളോ ചെയ്യുക, അതേമാതിരി മാക്സിമം ഷെയർ ചെയ്യുക, ഇതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ടിക്ടോക്കുമെന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഞങ്ങളോട് പണ്ടേ പറഞ്ഞതാണ് ഈ വിഷയങ്ങളൊക്കെ. മാനാളങ്കാൾ ഇഞ്ഞോട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ പാർട്ടി ഇത് നോക്കിയാണ്ട് ഓനെങ്ങനെ പച്ചർച്ചി നോളി, വല്ലാത്ത ജാതി തന്നെ കേട്ടോ നിങ്ങൾ. ഏത് അതങ്ങനെ ഉള്ളു വരിക. ഞാൻ കാണുന്ന കുറെ പ്രാവശ്യമായി അഡ്രസ് ഇത് നിങ്ങൾക്ക് തരാനുള്ളതല്ല. ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ മോന്റെ മജ്ജ മാറ്റി വെക്കലില്ലായിരുന്നു. അപ്പൊ ആ കുട്ടീന്റെ അക്കൗണ്ടിലേക്ക് സാറൊന്നും ചെയ്യില്ല. 1,000 രൂപ ഉണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത്. ഇതില്ല അങ്ങനെ ഞങ്ങൾ വീഡിയോ അങ്ങനെ ഒന്നും വേണ്ട. അത് ചെയ്താൽ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനെ അല്ല കഴിഞ്ഞ ആഴ്ച പിന്നെ എടവണ്ണപ്പാറയിലുള്ള ഒരു കുട്ടിന്റെ വീഡിയോ ചെയ്തിരുന്നു. അതൊന്നും ആവശ്യമില്ല. ഞാൻ വേറൊരു ആവശ്യത്തിനാണ് സാർ എന്റെ ഫ്രണ്ടിന്റെ ഭർത്താവിനെ കരൾ മാറ്റി വെക്കേണ്ട ഓപ്പറേഷൻ അത് സാറ് കൊടുത്താൽ മതി. ഞാനിപ്പോ അത് അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ അറിയോ, അത് വലിയ പ്രശ്നമാണ്. അല്ല ഭയങ്കര പ്രശ്നം ചേച്ചിയെ പൊന്നാരം ചേച്ചിയെ എന്റെ മാണിക്കല്ലേ ഞാൻ പറയണ അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ഇങ്ങനെ നമ്മളെത്തിക്ക് വരും. അപ്പൊ എന്താ പറയുക, ഇപ്പൊ ഈ 1000 വാങ്ങിയ തീരില്ലോ പറയും, അത് പോയിട്ടോ പറയും. ആ കളിക്ക് നമ്മളെ കിട്ടൂല. ലൈവ് അതൊന്നും വിഷയമല്ല ചേച്ചി. നിങ്ങൾ നമ്മളെ നിങ്ങൾ നമ്മളെ മകനെ പോലെയല്ലേ കണ്ട് അന്ന പിന്നെ ഒരു ബേജാറുമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ 5:30 മണിക്ക് അവിടുന്ന് ഹോസ്പിറ്റലിലുള്ളത്. അപ്പോൾ പൈസ ഇവിടെ ഇതായിട്ടാണ്. പൈസ നമ്മൾ വാങ്ങില്ല ചേച്ചി, ഇൻഷാ അല്ലാഹ് അക്കൗണ്ടിൽ തന്നെ ഇട്ട് കൊടുക്കും. ഒരു കുട്ടിക്ക് എടവണ്ണപ്പാറിലൊരു കുട്ടിന്റെ മജ്ജ അതന്നെ നമ്മളെ കൊണ്ട് കജ്ജന തന്നെ ഉള്ളു ചേച്ചി. അത് പിന്നെ കൊടുക്കുക. പിന്നെ എന്താ പറയാ, ഞങ്ങൾ 5:30 പോകുന്നത് അവിടെ നാദം മുൻസി ഉണ്ട് കൂടെ. മുൻസിയാണ് ഇപ്പൊ ഫിറോസ് സാറിന്റെ നമ്പറൊക്കെ സംഘടിപ്പിച്ചത്. എന്താ പറയാ, പൈസ ആരെങ്കിലും വാങ്ങി കഴിഞ്ഞാൽ എന്താ പറയുക ഒക്കെ പ്രശ്നമാണ്. മൂപ്പർക്ക് അത് ആയിട്ടാണ് രോഗികളെ പിന്നെ അക്കൗണ്ട് കട്ട് കൊടുക്കുക. നമ്മളങ്ങനെ സാറൊന്നും വിളിച്ചല്ലോ രാജാവായ തമ്പുരാന് നിങ്ങളിഞ്ഞ വിളിച്ചല്ലേ, കുഞ്ഞാനേന്ന് വിളിച്ചാ മതി, അത് വിളിച്ചാ മതി. അള്ളാഹു ദീർഘായുസും നോക്കട്ടെ, എല്ലാവർക്കും കൊടുക്കട്ടെ മുത്താളെ. ഇജ്ജ് പോവാ? എന്നാ സെറ്റാക്കി, നമുക്ക് ഉച്ചക്ക് കാണാം. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. രാവിലെ നേരത്തെ പോകുന്നേ. രാവിലെ നേരത്തെ പോകുന്നേ. ഞാൻ ഒറ്റപ്പാലം വഴി തന്നെ പോകുന്നത്. റോഡ് പിന്നെ ഒരു ഒലക്കമല റോഡാണ്. എത്രങ്ങാനും രോഗികളെ വന്നിക്കണോ. ആരെ ഇഞ്ച നമ്പർ എന്താ തരുന്നീന്? ഞാൻ ഇത് പറഞ്ഞു ഞാൻ കുറച്ചിട്ട് തരും. നിങ്ങൾ പോണില്ലല്ലോ, ഞാൻ തരാട്ടോ. ഞാൻ തരും. നമ്പർ ഞാൻ തരാട്ടോ. ഞാൻ എപ്പോഴും കണ്ടുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും, വീട്ടിൽ കാണിച്ചു കൊടുക്കും. ബന്ധപ്പെടാൻ സംസാരിക്കാൻ എനിക്ക് പറ്റൂല. അത് കുഴപ്പമൊന്നുമില്ല, നമ്പർ നമ്മൾ തരും. പോകുമ്പോ ഞാൻ ഇവിടെ എന്തായാലും ഉണ്ട്. ലൈവ് ഈ കൊറോണന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ എന്താണെന്നറിയോ, ഈ രോഗികളുടെ പ്രശ്നങ്ങൾ സർജറി മുന്നേ എത്ര ചെലവായി?
കൂടിയിട്ട് ഒരു 80,000. പിന്നെ സർജറിക്ക് ആശുപത്രിയിൽ അവിടെ സർജറി ആയിട്ട് 3 മാസം കൂടെ താമസിച്ച് എല്ലാം കൂടി ഒരു 6 ലക്ഷം ആയി അല്ലേ? പിന്നെ കൊറോണ പ്രശ്നമൊക്കെ ടാക്സ് വെച്ചിട്ട് ബസ്സിൽ ഇത് നമുക്ക് നോക്കാം കേട്ടോ. ഒരു ജനുവരി ഫെബ്രുവരി നടക്കൂല, മാർച്ച് കഴിയട്ടെ. ഞങ്ങൾക്ക് കുറേ പദ്ധതികളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. എന്തെങ്കിലും ചെയ്യാനുള്ള വീടും പഞ്ചായത്തിലാകാൻ ചെറിയ ഇതറിയാം കാര്യങ്ങളുടെ കാര്യങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കും. വല്ല സ്ഥലങ്ങൾ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. സ്ഥലമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് പഞ്ചായത്തിൽ വീട് കൊടുത്തൂടെ? എഴുതി കൊടുത്തൂടെ? കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നമുക്കൊന്നും ആയിട്ടില്ല. ഏത് പഞ്ചായത്താ? പറളി. അതാരാ? LDF കണ്ട് സംസാരിക്കായിരുന്നില്ലേ നിങ്ങളുടെ വാർഡ് മെമ്പറിനോട്? ഷെഡ് വെച്ചിട്ട് ഇരുന്നാൽ മതി. ഒരു റൂമിൽ ഒരു ഷെഡ് വെച്ചിട്ട് ഇരുന്നാലും വേറെ തോന്നുന്ന വീട് ഞാൻ എന്താണെന്നറിയോ, ഇപ്പൊ ഞങ്ങൾ കുറേ വീടുകളുടെ പദ്ധതികളാണ്. ഇപ്പൊ മഞ്ചേരിയിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് ഇവിടെ ഒരു 25 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് വീടിന്റെ മുന്നിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഒരു 7 കുടുംബങ്ങൾക്ക് വീതിച്ച് അതിൽ വീട് പണി ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യും. പദ്ധതി ഉള്ളത് കൊണ്ട് ഇങ്ങനെ നിൽക്കാം. അതുപോലെ ഇപ്പോൾ മറ്റേ ഇവിടെ എന്താണ് നമ്മൾ പോയി നോക്കിയ സ്ഥലത്തിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഒരു 10-20 വീടിൻ്റെ പണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പദ്ധതി ഉള്ളത് കൊണ്ട് പെട്ടെന്നൊരു വീടിൻ്റെ ഇതിൽ ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. അല്ല എങ്ങനെ മറ്റേ ലേശം കിട്ടൂല? നിങ്ങൾ പറയും ഞാൻ ഒഴിഞ്ഞാണ്ട് വന്നാണ്ട് നിൽക്കണം. കുഞ്ഞാനെ ഇന്ന് നേരിട്ട് കണ്ടു. കുഞ്ഞാനെ നേരിട്ട് കണ്ടെന്ന് മാസ്ക് ധരിക്കുക ഇനി ഈ കാരണം ആവും വിമർശനം. അതിപ്പോൾ അല്ലെങ്കിലും ഇപ്പോൾ വിമർശനം കൂടിയിട്ടുള്ളൂ. ഇവിടെ ആരുമില്ലടാ, ഞാൻ ഇരിക്കുന്നിടത്തേ ഒഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. പിന്നെ മാസ്ക് ഇതിട്ടിട്ടൊന്നും കാര്യമില്ല. പിന്നെ ജനങ്ങളില്ലാത്ത ഏരിയയിലാണ് ഇപ്പം ഇരിക്കുന്നത്. ഞാൻ വലിയ ഉടായ്പ് മോനാണ്. അത് കുഞ്ഞാൻ പാണ്ടിക്കാട് വലിയ ഉടായ്പാണ്. സത്യടാ, പെരുടായ്പാണ്. ഞാൻ നേരിൽ കണ്ടത് സന്തോഷം. ഇരുന്നോളിന്ന നമ്മളടുത്ത മാണിക്കക്കല്ല് എത്തിക്കണ്. ഞാനേ എളങ്കൂർന്ന് പറഞ്ഞ് വിളിച്ചില്ലേനോ? എളങ്കൂറ് നമ്മള് ഇതിന്റെ ഫോട്ടോ ഇതൊക്കെ വിട്ടുകാണ്ട് നമ്മള് കുട്ടീന്റെ ലീസ്റ്റൊക്കെ വിട്ടില്ലേനോ? അത് ഞങ്ങള് ഫിറോസ് ഖാന്റെ അടുത്തേക്ക് പോരാണ് പറഞ്ഞു. ഞങ്ങള് ഫിറോസ് ഖാന്റെ കുട്ടിയൊക്കെ കഴിഞ്ഞ ഒരു മീൻ വരുമ്പോ കൊണ്ടുവരണേനു. അപ്പൊ അതും സിയാബക്കാന്റെ വരിയിലൊക്കെ അക്വറിയം ഫിറ്റാക്കിയാണ്ട് അക്വറിയം ഇപ്പൊ അതിന്റെ ഉള്ളിൽ ഞങ്ങളെ വെച്ചുകൊണ്ടിരിക്കേനെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തേ, എന്താ മുത്തേ, എവിടെ പോയി നിൽക്ക്? കുഞ്ഞാൻ ബൈ സുഖമാണ്, പരമ സുഖമാണ്. ഇതിലും വലിയ സുഖമൊന്നും പിന്നെ വരാനില്ല. നേരിട്ട് കാണാൻ എന്ത് ചെയ്യും? നേരിട്ട് കാണാൻ നേരെ പാണ്ടിക്കാട്ടങ്ങാടിയിൽ വന്നുകൊണ്ട് നമ്മളടുത്ത് വന്നാൽ മതി. നമ്മളെ സിൽമാളിൻ്റെ അടുത്ത് ബാക്കിൽ തന്നെയാണ് നമ്മളെ പേര. രോഗികളെ കൂടുതൽ വരുന്നത് അവർക്ക് ഇരിക്കാൻ ഒരു സൗകര്യം. ഇവിടെ ഇരിക്കാനും സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അയച്ചാൾ ഇരിക്കണില്ലെങ്കിൽ ഞമ്മക്ക് എന്താ കാട്ടാൻ കജ്ജ? ഞാൻ അതിൻ്റെ പേരിലില്ല വിമർശനം കണ്ട് വരട്ടെ. ഇവിടെ ഇരിക്കാനും ഉണ്ട്, കടക്കാൻ വരെ നമ്മളിവിടെ സൗകര്യം ഒരുക്കിയിരിക്കണം. എല്ലാം ഉണ്ട് ഇവിടെ. ദാഹിക്കുന്നതിന് വെള്ളം അടക്കം, ചായ അടക്കണം. ചായ ഉണ്ട് ജി നമുക്കൊരു ചായ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് പോയി. തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടുന്നാണ്? തൃശ്ശൂർ ജില്ല. നിങ്ങൾ ആംബുലൻസ് നന്മ ഫ്രീ ആയിട്ട് നോക്കാണ്. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഫ്രീ ആയിട്ട് പിന്നെ ആംബുലൻസിൽ പിന്നെ ഒരു രോഗിനെ കൊടു നിൽക്കുകയാണ്. കണ്ടു.
അവിടെ പോയി നിൽക്കുക, അവിടെ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട്. ഞമ്മക്ക് ഇങ്ങനെ വർത്താനം പറയാതാണ് രസം. ഇനി മുഖത്തോട് മുഖം നോക്കി വർത്താനം പറയാണ്ട് ഇങ്ങോട്ട് വരും. എപ്പോഴാ പോയത്? സൈഫോ, ഞാൻ പോയിട്ടാടാ കുറച്ചു നേരമായി മുത്തേമാണിക്കല്ലേ. കണ്ണൂരിൽ നിന്നും കുഞ്ഞാൻ ആശംസകൾ നേരുന്നു. താങ്ക് യു മുത്തുപടിയെ. കുഞ്ഞാനെ നിങ്ങൾക്ക് കുറച്ച് കസാല ഉണ്ട് ഇവിടെ. കസാലയും ബെഞ്ചും ഒക്കെ ഉണ്ട് ഇവിടെ. ജനങ്ങൾ ഇരിക്കണില്ല. നമ്മളെന്താ കാട്ട പൊന്നാര മുത്തുമണിയാളെ. അള്ളാഹു ഹയർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചേച്ചിയെ ഓർമ്മ ഉണ്ടോ? എവിടെ കണ്ട? നിങ്ങൾ എന്തെയ്യുന്നു? ഇവരെ കൂടെ വന്നിരുന്നു. എന്നിട്ടെന്താ സുഖല്ലേ? കുഞ്ഞാനെ ഫിറോസിന്റെ വീട് കുടിയിരുന്നോ? ഫിറോസിന്റെ പേരൊക്കെ പിന്നെ ഒരുപാട് കാലമായി ചങ്ങായിമാരെ. നിങ്ങളിപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇവിടെ വേറെ ഏതാ ടീമുണ്ട്. ഇനി ഓലെ ശല്യപ്പെടുത്തണ്ട, നമ്മൾ മാറിക്കാം. അള്ളാഹു ഹയർ ചെയ്യട്ടെ. നന്മ ആംബുലൻസ്. ഇത് ഏത് ഭാഗത്താ? തൃശ്ശൂരല്ലേ? തൃശ്ശൂരിലെ മാണിക്കക്കല്ലേ? നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് വിളിച്ചാൽ? ഫ്രീ ആയിട്ടല്ലേ? അതാ ഈ നമ്പർ നോട്ട് ചെയ്ത് വിളിട്ടോ. ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ അതിലാ വിളിച്ച. അതിന്റെ മാണിക്കക്കല്ല പുകലുവാണ് ഈ നിക്കണത്. വല്ലാത്ത കൂട്ടായ്മ അവിടെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഫിറോസ് കുന്നുകൊണ്ട് നമുക്ക് അവിടെയുള്ള ഒരാൾക്ക് 3 സെന്റ് സ്ഥലം ഇതിന് മുമ്പ് തന്നിട്ടുണ്ട്. അതിലിപ്പോൾ ഞങ്ങൾ കൂട്ടായ്മ ഇതിൽ തറ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവന്ന കുട്ടിക്ക് കൗളുമ്മ റേഡിയേഷൻ ചെയ്യണം. റേഡിയേഷൻ ചെയ്യണം. തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം. അപ്പൊ അതിനുവേണ്ടി നമ്മളോട് സമീപിച്ചപ്പോ നമ്മൾ കുജുണ്ടാവും. നമ്മളെ ജഗതി ലോറി നാടിയ മാതിരിയാവും ലാസ്റ്റ്. നമ്മളെല്ലാ പ്രവർത്തകരും ഇതിനുവേണ്ടി സജ്ജമായിട്ടുണ്ട്. എല്ലാ ഇതിനും വേണ്ടിയിട്ട്. ഇപ്പൊ അവരിങ്ങനെ കാര്യം പറയുമ്പോൾ അവർക്ക് ഫ്രീ നമ്മളിപ്പോൾ കൊണ്ടുവന്നത് അവിടെ നിന്ന് തൃശ്ശൂർ മുത്ത്. അതായത് എഴുതിക്കണ് മണിക്കക്കല്ലേ ഫിറോസിന്റെ വീട്ടിലാണ്. അതാടാ ഫിറോസിന്റെ വീട്ടിലാ മുത്തുമണിയാളെ. ഇനി പേര കണ്ടിട്ടില്ല അറിയണ്ട. എന്താണ്? ഇതാണ് മാണിക്കക്കലാള്. എന്തേ? കണ്ടോളി. തൃശ്ശൂർ ഭാഗത്തുള്ളവരൊക്കെ വിളിച്ചോളി മുത്താക്ക്. എന്താവശ്യം ഉണ്ടെങ്കിലും ഓടിച്ചാടി എത്തും. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു? നിങ്ങളവിടെ സ്ഥലം കുറഞ്ഞ വിലക്ക് ഉണ്ടോ നോക്കോ? നമുക്ക് സ്ഥലം വാങ്ങിക്കാം. ഇവിടെ പൈസല്ലേ ഇവരുടെ ഭാഗത്തൊക്കെ സ്ഥലം വില കുറഞ്ഞ് കിട്ടൂടാ. വണ്ടാഴി എത്രയായി? വണ്ടാഴി ആ പഞ്ചായത്തിലൊക്കെ ഉണ്ടാവില്ലേ? ഒരു 60-70 റുപ്യക്കൊക്കെ സെന്റ് കിട്ടൂലേ? ഒരു 3-4 സെന്റ് നോക്കി കൊടുക്കാൻ വല്ല വഴി ഉണ്ടോ? ചെയ്തു കൊടുക്കോ? അതുപോലെ തന്നെ യൂട്യൂബേഴ്സ്, അതുപോലെ തന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തകർ, പിന്നെ ഫിറോസിനെ വിമർശിക്കുന്ന ഒരു ഘട്ടമാണ് ഇവരെല്ലാവരും തന്നെ പറയുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാധ്യമ
ജനങ്ങൾക്ക് ഫിറോസ് കുന്നമറിനെ പറ്റിയുള്ള അഭിപ്രായമാണ് എന്തായാലും ഫിറോസിന്റെ വീടിന് മുന്നിൽ നിൽക്കുന്ന ഈ ജനങ്ങളോട് നമുക്ക് ചോദിക്കാം ഫിറോസിനെ കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായം. വേറെ ഒന്നും ഞാൻ പറഞ്ഞു ഹലോ നിങ്ങൾ കുറച്ച് ആ വണ്ടാഴിയിൽ നമുക്കൊരു 50-60 ഉറുപ്പ്യക്കൊക്കെ സെന്റ് കിട്ടുകയാണെങ്കിൽ ഒരു 3-4 സെന്റ് ഇവർക്ക് നോക്കാൻ. നിങ്ങളൊന്ന് തിരികെ നോക്കാം. നമ്മളാ വടക്കഞ്ചേരിയിൽ സ്ഥലം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ, ആ ടീമിന് വേറെ ആരോ പൈസ കൊടുത്തിരിക്കണം സ്ഥലത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ ഈ അയച്ചു തന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. 5 മക്കളിലേക്ക് 5 മക്കള് 2 ആൺകുട്ടികൾ. 2 ആൺകുട്ടികളിൽ ഒരാള് മാനസിക രോഗിയാണ്, വേറൊരാള് വീട്ടിന് കംപ്ലൈന്റ് ആയിട്ട് ആള് ജോലിക്കൊന്നും പോകാൻ കഴിയാതെ 5 പെൺകുട്ടികളാണ്. വാടക വീട്ടിലാണ്. ഉമ്മ അവിടെ കുടുംബം ജീവിക്കുന്നത്. നമുക്ക് ആ സ്ഥലത്തിന്റെ പൈസ അവർക്ക് കൊടുത്തു വാക്ക് കൊടുക്കണ്ടോ? ശരി, നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടോ? ഇതിൽ വിളിക്കും കേട്ടാ. ജംഷന് നമ്പർ കൊടുത്താൽ എഴുതി കൊടുത്തു, ബാക്കിൽ എഴുതി കൊടുത്തു. അതാരത്? മെമ്പർ നാളെ ഭാവി വൈസ് പ്രസിഡന്റ് ഇപ്പൊ ആൾക്കാര് വേറെ അഭിപ്രായമായിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഓരോ വൈസ് പ്രസിഡന്റ് ആക്കണം, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആക്കണം. അല്ല, കാര്യമായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ വികസനം പോണെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ നാളെ കിടക്കും. ആൾക്കാരുടെ പേര് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് നിന്റെ പഞ്ചായത്താ? എടാ, ഇവർക്ക് ഒരു സ്ഥലം ഒരു 60-70 റേഞ്ചിലുള്ള 2-3 സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കി കൊടുക്കാൻ. ഇത് റോബിൻ പൊന്മല കേട്ടിട്ടുണ്ടോ? അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. നിങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ട് അവരോട് സംസാരിച്ചോളി കേട്ടാ. എന്നിട്ട് സ്ഥലമൊക്കെ നോക്കിക്കോ. ബാക്കി എല്ലാ ആൾക്കാരെ വിളിക്കും, നമുക്ക് നോക്കാം കേട്ടാ. നമ്മള് രാവിലെ എത്തിക്കണം. നേരത്തെ വന്നോ? പിന്നെ ഡയാലിസിന്റെ കാര്യം നോക്കണ്ടത് അല്ലേ? മെയിനായിട്ട് അതാണ് വീടിന്റെ പ്രശ്നം. ഏറ്റവും പ്രധാനം ഡയാലിസിസാണ്. വീടില്ല, ആൾക്കാരെ കൂടി സ്ഥലം വാങ്ങി തന്നു. അവിടെ ഞങ്ങളെ വിളിക്കാം കേട്ടോ. ശരി. അതൊരു അസുഖമില്ല. അതിനെന്താ ചെയ്യേണ്ടത്? ഏതാ ബാലാജി? അവിടെയാണോ സർജറി പറഞ്ഞിട്ടുള്ളത്? എന്ത് സർജറി അത് ചെയ്യാൻ നിങ്ങളതിന് ബാലാജിയിലൊന്നും കാണിക്കുന്നത്? ബാലാജി ആശുപത്രി നിങ്ങൾ ക്യാൻസർ ആണെങ്കിൽ ക്യാൻസറിന് ചികിത്സിക്കുന്ന ആശുപത്രിയിൽ പോവാ. അവിറ്റീസിലെവിടെ ക്യാൻസർ നോക്കുന്നത്? ബാലാജിയിലെവിടെ ക്യാൻസർ നോക്കുന്നത്? നമ്മൾ വെറുതെ ഇതാ. ക്യാൻസർ ആണെങ്കിൽ ക്യാൻസറിനുള്ള ചികിത്സയുള്ള ആശുപത്രിയിൽ പോകണം അല്ലേ? അതല്ലാതെ നിങ്ങളുടെ നാട്ടിൽ പനി ആശുപത്രിയിൽ പോയിട്ട് നിങ്ങൾ ക്യാൻസർ ചികിത്സ നടത്താം.
നിങ്ങൾ ചെയ്യേണ്ടതാണെന്നറിയോ? തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോവാം. എന്നിട്ടോ അവിടെ സ്ഥലം ഓപ്പറേഷൻ നിർത്തി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞോ? അപ്പൊ നിങ്ങൾക്കിപ്പോ പെട്ടെന്ന് ഓപ്പറേഷൻ വേണം, അതാണ് അന്നത്ര നിർബന്ധം. പെട്ടെന്ന് ചെയ്യണം. ആര് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു? പൊന്നു താത്ത, നിങ്ങള് ഈ ആശുപത്രിയില് ബാലാജി പറയണത് നോക്കണ്ട. ബാലാജി പാലക്കാട് സുഖല്ലേ? നമ്മളെ മാണിക്കല്ലാണ്. അൽമാണിക്കല്ലും പുകലും മെമ്പറാ എവിടെ? അടുത്ത് നമ്മളെ ഒരു മാണിക്കല്ല് പുകലും. നമസ്കാരം. എവിടെ? പാണ്ടിക്കാട് പുകലാള്. മാസ്ക് അല്ല വേറെ ഞാൻ ഊരി കഴിഞ്ഞ നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഞാനോ? ഞാൻ കുറച്ചായിട്ട് പോകും. എന്നോട് ഇവിടെ ഏതായാലും ഇതിൽ പറയുന്നുണ്ട്, ഇവിടെ 2 ദിവസം നിന്നോ പാർത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. നാളെല്ലാം അറിയണത് അല്ലേ? ഒരു കുഴപ്പം ഇല്ല മുട്ടേ. ഇൻഷാ അല്ലാ. അല്ലേ ഇത് ഫേസ്ബുക്കാ. പിന്നെ ഞാൻ കുറച്ചേനാ പോയി. ഇൻഷാ അല്ലാ കാണാം. വണ്ടി ചോപ്പ് എന്നുള്ള വണ്ടിയാണ്, എനിക്കറിയാം. ഇതെത്താ മുത്താളെ. കോവിഡ് പെട്രോൾ കോൾ സൂക്ഷിക്കുക. കോവിഡ് പെട്രോൾ കോൾ സൂക്ഷിക്കുക. അല്ലടാ, ഇവിടെ ഒഴിഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു മനസ്സിലാട്ടോ, പാടത്താണ്. ഇനി പാടത്തിൻ്റെ അവിടെ വന്നാണ്ട് നിങ്ങൾ ആളുണ്ട്, മറ്റേണ്ട്, മറിച്ചുണ്ട് അറിയാൻ നിൽക്കണ്ട. ഒഴിഞ്ഞിട്ട് വന്ന് നിൽക്കാണ്. വെറുതെ കിട്ടുന്നത് 1000 പേര് വരും. ഫോൺ നമ്പർ തരുമോ? ഫോൺ നമ്പർ എന്താ? നമ്മൾ PM വന്നോളൂ. ഇൻഷാ അല്ലാ നമ്മൾ തരും, എല്ലാവർക്കും തരുവേ. നമ്മളെ റോബിൻ കുഞ്ഞാക്ക കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്നുണ്ടോ? ഇൻഷാ അല്ലാ വരണം മുത്തേ. എല്ലായിടത്തേക്കും വരും. ഞാൻ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞാൻ എല്ലായിടത്തേക്കും വരും. എല്ലാ മാണിക്കക്കല്ലാളിച്ച് കാണണം ഇൻഷാ അല്ലാ. സൗദിക്ക് പോണീൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഒന്ന് കാണണം. പത്രവിതരണം ഫിറോസ് കുന്നമ്മറിൻ്റെ വീടിൽ മുന്നിൽ ജനത്തിരക്ക് കൊണ്ട് നെട്ടിപ്പോയി. വല്ലാത്ത ജാതി. ഇക്ക പറയൂ, നാളെ നാട്ടിലുണ്ടാവുമോ? നാളെ ഇൻഷാ അല്ലാ ഉണ്ടാവുകയെ. ഞാനേ എവിടെ ഞാൻ ഇവിടെ ഉണ്ടടാ. ഒരു മാസ്ക് വെക്ക് ചങ്ങായിമാരെ. ഇതാണ് ഈ കാട്ടുമുക്കിൽ. ഇതാണ് ഇവിടെ ഒരു മനസ്സല്ല. ജനങ്ങളൊക്കെ അപ്പുറത്താണ്. ഇവിടെ ഞാൻ ആർക്കായ മാസ്ക് ഒക്കെ ഉണ്ട്. ഇവിടെ ആരുമില്ല. അല്ല അഞ്ചറിച്ചു ഇപ്പാന്ന് വിളിച്ചിട്ടുണ്ട്. ഇപ്പാൻ്റെ കുട്ടി എവിടെയാണ്? ഇപ്പാൻ്റെ കുട്ടി ഇന്നലെ പെരയിലായിട്ട് ഇടങ്ങാറിട്ടൊപ്പാക്കേ. സുഖമാണോ? സുഖമാണ്, അങ്ങനെ പോകുന്നുണ്ട്. PM കിട്ടുന്നില്ല. PM കിട്ടുമല്ലോ. മീശ പിരിച്ചാൽ മീശ ഇൻഷാ അല്ലാ നമ്മൾ പിരിച്ചു കഴിഞ്ഞു. ചൊർക്കിൻ്റെ കട്ട വല്ലാത്ത ജാതി. കൊല്ലത്ത് വരുമോ? കൊല്ലത്ത് എന്താ വരായി? നമ്മളേറ്റവും കൂടുതൽ മാണിക്കക്കല്ലാൾ പുകലാളില്ല നമുക്ക് കൊല്ലത്താരാണ്. ഒരു പാട്ട് പാടും കുഞ്ഞാനെ. എടാ ഇവിടെ പാവങ്ങൾ രോഗികളെ ലൈറ്റാളടിയിൽ നിന്ന് പാടുക. നമ്മൾ ഇങ്ങനെ നിൽക്കാൻ പാടാൻ പറ്റുമോ? ടൈം ഒന്ന് പറയുമോ? ഞാൻ നിലമ്പൂരിൽ നിന്ന് വരും. എടാ നമുക്ക് ടൈം അങ്ങനെ ഇങ്ങനെ എന്നോട് പറയാം. കുഞ്ഞാനെ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഫിറോസ് കുഞ്ഞാക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. റിച്ചോ ജാടണ്ടാ? റിച്ചു പറയണ എൻ്റെ മകനാട്ടോ. എൻ്റെ മകൻ ലൈവ് കയറിയിരിക്കണം. ഓൻ പിത്തന ഉണ്ടാക്കാൻ വേണ്ടി കയറിയതാണ് ഇപ്പാനെ. കുഞ്ഞാനെ ഗ്രീൻ ആർമിയിലെ ഭാര്യയാണ്. അല്ലാ ഭാര്യ എന്താടാ വർത്താനം? സുഖമാണോ മുത്തേ എനക്ക്? റാഹത്തല്ലേ? പാവങ്ങളെ പറ്റിക്കുന്ന പടത്തലവൻ. ഏതായാലും ഉസുറും പൊളിയില്ലാത്ത ചങ്ങ. എനിക്ക് തലക്ക് വെളിവുണ്ടല്ലോ. എന്തൊരു ഒലക്കമ്മല വർത്താനാച്ചോ അറിയണത്. ഇത്തിരി രോഗികളെ കണ്ടിട്ട് നിങ്ങളിങ്ങനെ വിമർശിച്ച്
കൈവിരൽ ചോര എല്ലാടാ വോട്ട് ചെയ്തതാണ് കണ്ടില്ലേ. ആ ചങ്ങായി ഒന്നായിട്ടായിട്ട് തേച്ചിക്കാണ്. പെരുഞ്ചാതി തേക്കലാ തേച്ചിക്കണത്. ഫിറോസ്ക വീട്ടിലുണ്ട്. ഫിറോസ്ക വീട്ടിലുണ്ട്. നല്ല പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. അതാണ് നല്ല ചെയ്യുമ്പോൾ നമ്മൾ എന്താട്ടണം, പിന്നെ പ്രോത്സാഹിപ്പിക്കണം. വെറുതെ ഇങ്ങനെ മാനാളം കളിച്ചാണ്ട് നിൽക്കല്ല വേണ്ടത്. കുഞ്ഞാനും മകനും സൂപ്പറാ, വല്ലാത്ത ജാതി. റിച്ചോ ജി ചെറിച്ചണ്ട കേട്ടോ അപ്പാൻ്റെ കുട്ടി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താ വർത്താനം? വലൈക്കും അസ്സലാം. തിരൂര് പറവണ്ണ. മൂപ്പരെ കണ്ടല്ലോ, പരിചയമുണ്ടല്ലോ. നല്ല പരിചയം ഉണ്ടല്ലോ നിങ്ങളെ. തിരൂരിന്റെ മാണിക്കക്കല്ലാള് പുകലാളാണ് ഈ വന്നത്. കണ്ടല്ലേ? അൽ പുകലു അൽ മാണിക്കക്കല്ലു അൽ മാണിക്കക്കല്ലു. വല്ലാത്ത ജാതി. വല്ലാത്ത ജാതി മാണിക്കക്കല്ലാളാണ് ഈ വന്നിക്കണത്. കുഞ്ഞാനെ സൗദിയിലേക്ക് പോകാറായില്ലേ? ഇനി 3 മാസമുണ്ട് പോകാന്. ഇവിടെയുള്ള കുറച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യും, യൂട്യൂബിൽ ഇടാനാണ്. ഇജ്ജ് യൂട്യൂബിൽ ഇട്ടാണ്ടേ ഇജ്ജ് പൈസ ഉണ്ടാക്കണ്ട. ഇഞ്ചിക്ക് ഇട്ടോ. റിയാസ് കളിയാട്ട് മുക്കേ ഇജ്ജ് ഇഞ്ചിയിലിട്. ഇഞ്ച യൂട്യൂബ് ഉണ്ട്. പൊന്നാര മാണിക്കക്കല്ലാളെ പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാന് പറഞ്ഞാണ്ട് യൂട്യൂബ് ചാനലുണ്ട്. ഇതിലിപ്പോൾ 2000 ആളുണ്ട്. ഈ 2000 ആളും പോയാണ്ട് ഒന്ന് അടാ പിന്നെ റിയാസെ അതിൻ്റെ ലിങ്ക് ഒന്ന് വിട്ടതിൽ ഇഞ്ച യൂട്യൂബിൻ്റെ ലിങ്ക് ഇതിൽ ഒന്ന് വിട്. എല്ലാവരും പോയാണ്ട് ഒന്ന് കുത്തിക്കണി. നല്ല കുട്ടികളല്ലേ, നല്ല വീഡിയോസും ഞാട്ടുകൾ. ഇഞ്ച വല്യമാൻ്റെ ഒക്കെ നല്ല വീഡിയോസുകളുണ്ട്. അത് കേട്ടോ മുത്താളെ, നിങ്ങൾ മറക്കല്ലേ കേട്ടോ. ഇനി പോവാ തന്നെ. ഇൻഷാ അല്ലാ. കുഞ്ഞാനെ കുരിപ്പ എന്തൊക്കെ വല്ലാത്ത ജാതി കുരിപ്പ എവിടെ ഉണ്ട്. പടച്ചോൻ അനുഗ്രഹിക്കട്ടെ, അങ്ങനെ പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൽ കണ്ടില്ലേ, ജാതി മതമൊന്നുമില്ല, എല്ലാ മതക്കാരും ഉണ്ട്. നല്ല ഭാഷ. കൊല്ലത്ത് വരുമ്പോൾ അറിയിക്കുമോ? ഇൻഷാ അല്ലാ കൊല്ലത്ത് വരുമ്പോൾ അറിയിക്കുമോ. ഗ്ലാമർ അല്പം കുറഞ്ഞു. ഗ്ലാമറൊക്കെ കുറഞ്ഞു ചങ്ങായിമാരെ. നഞ്ഞെന്തിനാ നാനായി ഇല്ലത്. പിന്നെ അങ്ങനെ പോട്ടെ. കോഴിക്കോടിൻ്റെ ആശംസകൾ. ഹലോ അസ്സലാമു അലൈക്കും. പഴയന്നൂർ ഇപ്പം എവിടെയാണ് കുഞ്ഞാനില്? ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ ഫിറോസിൻ്റെ പേരുണ്ടല്ലോ ഇവിടെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരുപാട് രോഗികൾ വന്നിക്കുന്നത് കണ്ടില്ലേ. എത്രങ്ങാനും വണ്ടികൾ നിങ്ങൾ നോക്കാണി. ഇതൊക്കെ വണ്ടികളാണ്, രോഗികളാണ് ഈ വന്നിക്കണത്. രോഗികളെ കൊണ്ട് ഒരു ഭാഗത്തേക്ക് കേൾക്കണം. കല്യാണം, പിന്നെ പെരല്ലാത്തോല്, അതേമാതിരി സുഖമില്ലാത്തോല്, കിഡ്നി പേഷ്യൻ്റ്, പിന്നെ ക്യാൻസർ, എല്ലാ മാണിക്കക്കല്ലാളും ഇവിടെ വന്നിക്കണം. പടച്ച റബ്ബ് അയിറ്റകളൊക്കെ അസുഖം മാറ്റി കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന്. ആമീൻ. എന്താ സംഭവം? ദിവസം മുൻപ് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിൽ പറഞ്ഞത് 2.25 നിങ്ങൾക്ക് അഡ്മിഷൻ നൽകി സർജറി കഴിഞ്ഞ് സുഖമായിട്ട് വീട്ടിലേക്ക് പോകാം എന്നുള്ള ഒരു പരസ്യം. ആ പരസ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കിഡ്നി രോഗികൾ, അതായത് പണം കയ്യിലുള്ളവന് അതൊരു സന്തോഷ വാർത്തയായിരിക്കാം, പണമില്ലാത്തവന് അതൊരുപാട് ദുഃഖം ഉണ്ടാവുന്ന വാർത്തയാണ്. കാരണം സാധാരണ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഒരു വീഡിയോ ഇടുമ്പോൾ ആ പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാണ് അവർ സർജറി കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ പല ആളുകളും 3 ലക്ഷം രൂപ മതിയല്ലോ സർജറിക്ക്, അപ്പോൾ 3 ലക്ഷം മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ പല കമ്മിറ്റിക്കാരും എത്തി. അതുപോലെ ഇടുന്ന വീഡിയോസിലൊക്കെ ആളുകൾ പൈസ അയക്കാത്തതിന്റെ കാരണം 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക, എന്തിനാണ് 8 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം എന്നുള്ള തീരുമാനത്തിലേക്ക് ജനങ്ങളെത്തി.
അപ്പൊ ഞാനിപ്പോ യാദൃശ്ചികമായിട്ട് രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബം എന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അല്ലെ. ഇത് നിങ്ങൾ പറഞ്ഞത് വളരെ സത്യസന്ധമായ കണക്കാണ്. അപ്പൊ ഞാനിത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഇക്ര ഹോസ്പിറ്റലിൽ കൊടുത്ത എസ്റ്റിമേറ്റ് ആണ്, ഒരു രോഗിക്ക് കൊടുത്ത എസ്റ്റിമേറ്റ് ആണ്. നിങ്ങൾ കണ്ടല്ലോ അല്ലെ. ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 3 ലക്ഷം രൂപ സർജറിക്ക്. അവർ പറയുന്നത് 2.25 ഉണ്ടെങ്കിൽ കഴിഞ്ഞു പോകാന്നായിരുന്നു. 3 ലക്ഷം രൂപ സർജറിക്ക്, പിന്നീട് അതിന്റെ ടെസ്റ്റ് കാര്യങ്ങൾ എല്ലാത്തിനും കൂടി 70,000 അല്ലേ. അപ്പൊ എത്രയായി? 370. പിന്നീട് ഒരു 20,000 രൂപ. അതെന്താ സംഭവം? പോസ്റ്റ് എന്താണ് ഇത്? 20,000 അതൊക്കെ ഇംഗ്ലീഷിൽ എഴുതിക്കണേ, നമുക്ക് വലിയ പിടുത്തൊന്നുമില്ലല്ലോ. ഒരു 20,000 വീണ്ടും എഴുതിയിട്ടുണ്ട്. ഏതിന്റെ? സർജറിക്ക് ശേഷമുള്ളതാണോ? മെഡിസിന്റെ. അതായത് ഞാൻ പറഞ്ഞത് എക്സ്ട്രാ ഓരോന്ന് ആഡ് ചെയ്തിരിക്കുകയാണ്. അത് മെഡിസിന്റെ ആണ് അത്ര 20,000. അതായത് സർജറിക്ക് 3 ലക്ഷം, മെഡിസിന് 20,000, ടെസ്റ്റിന് 70,000. അപ്പൊ എത്രയായി? 390 ആയില്ലേ. പിന്നെ അതിന്റെ താഴെ മരുന്നുകൾക്ക് എല്ലാ മാസവും 15,000 രൂപയുടെ മരുന്ന്. അങ്ങനെ ഏകദേശം ഇദ്ദേഹം ടോട്ടൽ കണക്കാക്കിയ എമൗണ്ട് എത്രയെന്നറിയോ? അദ്ദേഹത്തിന്റെ അപേക്ഷയിൽ എഴുതി തന്നിട്ടതാ 8 ലക്ഷം രൂപ ഞങ്ങളുടെ സർജറിക്ക് വേണം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതാണ് രോഗികളുടെയൊക്കെ അവസ്ഥ. നിങ്ങൾ പിടിച്ചോളി. ഇപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നത്, കേരളത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് ഇക്ര ഹോസ്പിറ്റൽ തന്നെയാണ്. പക്ഷേ അത് ഞങ്ങൾ 2.3 ഉള്ളൂ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ പരസ്യം ചെയ്ത് മാർക്കറ്റിംഗ് നടത്തിയിട്ട് ഇത്തരം പാവപ്പെട്ട ആളുകളെ എന്താ പറയാ ഈ ഇടങ്ങറാക്കുന്ന പരിപാടി ചെയ്യരുത്. കാരണം നിങ്ങൾ കൊടുത്ത എസ്റ്റിമേറ്റ് ആണ് ഞാനിവിടെ വായിച്ചത്. അതുപോലെ തന്നെ വയനാട് മിനിഞ്ഞാന്നൊരു പരിപാടിക്ക് പോയി. അവിടുത്തെ രോഗിക്ക് കൊടുത്ത അതേ ഇക്രയിൽ എസ്റ്റിമേറ്റ് ആണ്. എത്രയെന്ന് പറയാം? 5 ലക്ഷം രൂപയാണ്. ഇതിലെവിടെ 2.25 എന്ന് എഴുതിയിരിക്കുന്നത്? 5 ലക്ഷം രൂപയാണ് ഇതിലെഴുതിയിരിക്കുന്നത്. ഇതിലെവിടെ 2.25 ലക്ഷം രൂപക്കാണ് ഞങ്ങൾ അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ കൊടുക്കുന്നത് എഴുതിയിരിക്കുന്നത്. പറയുന്നതും പ്രവർത്തിക്കുന്നതും ഓരോന്നാവരുത്. അങ്ങനെ ആവുമ്പോഴുള്ള പ്രശ്നം ഇതുപോലുള്ള പാവങ്ങൾ ബുദ്ധിമുട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കിഡ്നി രോഗികൾക്ക് അവരുടെ സർജറി ചാർജ് കേരളത്തിലെ മുഴുവൻ ആശുപത്രികളും ഏകീകരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. 2.25 അതായത് അത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഇക്രയെ സംബന്ധിച്ചിടത്തോളം സർജറി ചാർജ് 3 ലക്ഷം രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല തീരുമാനമാണ്. ചില ആശുപത്രികളിൽ 4.5, 5, 6, 8, 10 ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, ചെയ്ത ഈ ഒരു കാര്യത്തില് 2.25 എന്ന് പരസ്യം കൊടുക്കുകയും രോഗികൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ 5, 6, 7 ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അത് പൊതുസമൂഹം ഇത്തരം രോഗികളെ തെറ്റിദ്ധരിക്കുകയും അതിലേക്ക് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇവർക്ക് ഇപ്പൊ ഇദ്ദേഹം എന്റെ അടുത്ത് വന്നു, ഞാൻ പറയാണ് ഇദ്ദേഹം ഇക്ര ആശുപത്രിയിലാണ് സർജറി ചെയ്യുന്നത്, ഇദ്ദേഹത്തിന് 8 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനായി. കാരണം അവിടെ 2.25 ചെയ്യണത്, എന്തിനാ 8 ലക്ഷം എന്ന് എല്ലാവരും ചോദിക്കും അല്ലേ? സ്വാഭാവികമായിട്ട് ചോദിക്കും. ഞാനിപ്പോ ഇതിന്റെ കണക്ക് കാണിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. പിന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവ് സർജറി ചാർജ് അവിടെയാണ്. ആ രീതിയിലേക്ക് കേരളത്തിലെ എല്ലാ ആശുപത്രികളും മാറണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ്. പിന്നെ ഞാൻ ഒരിക്കലും ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ആളല്ല. എനിക്ക് ഇതുപോലുള്ള രോഗികളുടെ കൂടെ നിൽക്കാനേ സാധിക്കുള്ളൂ. ഇവരുടെ വിഷമങ്ങൾ എന്താണോ അത് പച്ചക്ക് തുറന്നു പറയും. ഇവിടെ ഒരുപാട് കിഡ്നി രോഗികളുണ്ട് എന്റെ മുന്നിൽ. അഖിലേഷേ, ഈ കിഡ്നി രോഗികളൊക്കെ അവരുടെ ചെലവായ കണക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. ഇവിടെ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള കിഡ്നി രോഗികളുടെ അവസ്ഥ, അവന്റെ വിഷമങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. കാരണം ഇത്തരം ആളുകളുടെ ഈ എന്താ പറയാ പ്രഹസനങ്ങളിൽപ്പെട്ട് ഈ പാവങ്ങള് കുറെ എണ്ണങ്ങനെ കടന്ന് വലിയാണ്. നേരത്തെ ഒരു കിഡ്നി രോഗി വന്നില്ലേ നിങ്ങള്, ഒരുപാട് ആളുകൾ പറഞ്ഞു മറ്റേ ജിപ്മർ ഹോസ്പിറ്റല്, പോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റൽ, അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് കുറച്ച് സമയം മുമ്പ് ഇവിടെ വന്നിരുന്ന പല രോഗികൾ അവരുടെ ഒരു ബൈറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട്, അതായത് സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞത്, അതുപോലെ ചില ചാരിറ്റി പ്രവർത്തകരും സൗജന്യ ചികിത്സ എന്ന ആളുടെയും പേര് ഞാൻ പറയുന്നില്ല, സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞിട്ടതിന്റെ പോസ്റ്റിൽ, അതായത് ജനങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് കരുതുന്ന ചാരിറ്റി പ്രവർത്തകർ പോലും അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുകയും അതുവഴി കേരളത്തിന് വെളിയിലുള്ള പല ആശുപത്രികളിലേക്കും എത്തിയിട്ട്, അതായത് ക്രിട്ടിക്കലായുള്ള ഒരു സ്റ്റേജിൽ
ചെല്ലുന്ന സമയത്ത് പോലും 1 വർഷത്തോളം അല്ലെങ്കിൽ 8 മാസത്തോളം ഒക്കെ അവിടെ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തി തന്നെ അവിടെ ശസ്ത്രക്രിയയോ കാര്യങ്ങളോ ഒന്നും നടത്താതെ അവരെ നരകിപ്പിക്കുന്ന കുറച്ച് ആളുകൾ. ഇവിടെ വന്നിരുന്ന 1-2 രോഗികളെ ഞാൻ നേരിട്ട് സംസാരിച്ചവരോട് അവർ പറഞ്ഞത് അവർ തീരെ അവശരായി കഴിഞ്ഞു. അതായത് വലിയ കുഴപ്പമില്ലാത്തൊരു സമയത്താണ് അവർ ഇത്തരത്തിൽ പരസ്യം കണ്ടിട്ട് പല സ്ഥലങ്ങളിലേക്ക് എത്തപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഈ ടെസ്റ്റുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ കാലക്രമേണ അതായത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അവർ വലിയൊരു അവസ്ഥയിലാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഇതാണ് ഞാൻ പറഞ്ഞതേ. അതായത് ഏറ്റവും കുറഞ്ഞ രീതിക്ക് ചികിത്സ എന്നുള്ള രീതിക്ക് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അത് ഒരു ആശുപത്രി മാത്രമാണ് അത് ചെയ്യുന്നത്. പക്ഷെ കേരളത്തില് 1000-കണക്കിന് 10,000-കണക്കിന് കിഡ്നി രോഗികളാണ്. ഇപ്പം എൻ്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ എൻ്റെ മുന്നിലേക്ക് തന്നെ ഒരു 10-20 രോഗികൾ വന്നുപോയി. എല്ലാവരും കിഡ്നി രോഗികളാണ്. ഈ കിഡ്നി രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനേക്കാൾ ചിലവാണ് ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പൊ അവര് പറഞ്ഞല്ലോ, ഞങ്ങള് ഇന്ന ആശുപത്രിയിലേക്ക് പോയി 8 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഡേറ്റ് തന്നതെന്ന് പറഞ്ഞത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്ന രോഗി, ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്ന രോഗിക്ക് 12 ഡയാലിസിസ് ആണ് വരിക മാസത്തില്. ഒരു ഡയാലിസിസിന് 1400 രൂപ വരും. 8 മാസം ഈ രോഗി ഡയാലിസിസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഓര് കൊടുക്കാന്ന് പറഞ്ഞ മറ്റേ ട്രാൻസ്പ്ലാന്റിനേക്കാളും ചെലവ് ഡയാലിസിസിൽ പോയി. ഇതിന്റെ വേദനകൾ, ഇതിന്റെ പ്രശ്നങ്ങൾ, ഇതിന്റെ വിഷമങ്ങളൊക്കെ അവർ അനുഭവിക്കണം. മനസ്സിലായിട്ടുണ്ടോ? ഈ സൗജന്യം അത് ഇതെന്നുള്ള ജനങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പോകാന്നുള്ളത് നടപ്പാക്കാൻ സാധിക്കില്ല. നിങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു ടീം ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ? അവര് ജിപ്മർ ഹോസ്പിറ്റൽ, പോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ചികിത്സ കിട്ടാതെ വന്ന ആളുകളാണ്. ജിപ്മറിൽ സൗജന്യ ചികിത്സ ഉണ്ട്, ഞാൻ ഇല്ലാന്ന് ഞാൻ പറയില്ല. സൗജന്യ ചികിത്സ ജിപ്മറിലുണ്ട്. അതായത് അത് വളരെ കുറഞ്ഞ ആളുകൾക്കാണ്, എല്ലാവരെയും പരിഗണിക്കില്ല. അതായത് അവർക്ക് ഒരു കോട്ടയുണ്ട്, അല്ലെങ്കിൽ ഇത്ര ആളുകൾക്ക് ചെയ്തു കൊടുക്കണമെന്നുണ്ട്, അത്ര ആളുകളെ മാത്രമേ പരിഗണിക്കുള്ളൂ. പക്ഷേ സൗജന്യ ചികിത്സ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സഹായിക്കുന്ന പലരും അവരുടെ മുന്നിലേക്ക് ഇത്തരം ആളുകൾ ചെല്ലുമ്പോൾ അവർ പറയും, നിങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് വെക്കൂടെ എന്ന് പറയും. ഈ പാവങ്ങൾ അവിടെ പോകുമ്പോൾ വട്ടത്തിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഷിബു, പഴമ്പാലക്കോടുള്ള കിഡ്നി രോഗിയായ ഷിബുവിന്റെ ചികിത്സ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാനാണ്. അയാൾ ജിപ്മർ ഹോസ്പിറ്റലിലാണ്. കെടാവറിൽ അദ്ദേഹം കിഡ്നി രജിസ്റ്റർ ചെയ്തിട്ട് 2 വർഷത്തോളമായിട്ട് പഴമ്പാലക്കോടിലുള്ള ആള് ജിപ്മർ ഹോസ്പിറ്റലിന്റെ അവിടെ റൂം വാടകയ്ക്കെടുത്ത് അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഏകദേശം 2 മാസം കൂടുമ്പോൾ ഒരു 50,000 രൂപ വെച്ച് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. വീടില്ല, കുട്ടികളും ചെറിയ കുട്ടികളൊക്കെയാണ്. ഞാനാണ് ഇവിടെ ഇപ്പോൾ 5 സെന്റ് സ്ഥലം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ഓരോ രോഗികളുടെ അവസ്ഥയാണ്. ഈ സൗജന്യം എന്ന് പറഞ്ഞു പോണവന് പറഞ്ഞു പോവാം. പക്ഷെ ഇന്നെ പോലെയുള്ള ആളുകൾക്ക് അവർ സൗജന്യമാണ് അല്ലെങ്കിൽ അവർ ചെലവ് കുറവാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എനിക്ക് ഇത്രയും ആളുകളെ കൊണ്ടുനടക്കണ്ടേ, ഞാൻ എങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാം? ഈ ആളുകൾക്ക് സൗജന്യം കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞു പോവാം. ഈ സൗജന്യം കിട്ടാതെ ഈ രോഗികൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഇവരെ എങ്ങനെയാണ് മറ്റുള്ള ആളുകളുടെ മുന്നിൽ എടുത്ത് കാണിക്കുക? ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ ഇന്നെ കാണുന്ന ആളുകൾ എന്താ പറയാ, സൗജന്യം കിട്ടുന്ന രോഗിക്ക് ഫിറോസ് കുന്നംപറമ്പിൽ പൈസ ഇരിക്കണമെന്ന് പറയും അല്ലേ? യഥാർത്ഥത്തിൽ സൗജന്യം അവർക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ വന്നപ്പോൾ കുറെ രോഗികൾ ഇവിടെ വന്നു, ഇവിടെ ആർക്കാ സൗജന്യം കിട്ടിയത്? വെറുതെ ഈ പാവങ്ങളെ തിന്നൂല്ല തീറ്റിക്കൂല എന്ന് പറയില്ലേ, ഇവരെ സഹായിക്കൂല, സഹായിക്കാൻ അനുവദിക്കൂല. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ടാവില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. അതല്ലാതെ തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ പല ഭാഗത്തേക്ക് ആക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊരു നല്ല ശീലവും നല്ലത്. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. നിങ്ങൾക്ക് അവിടെ നിന്ന് 2.25 ലക്ഷം രൂപക്ക് ഒരു സർജറി ചെയ്ത് തന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി കൂട്ടി മുഴുവൻ കഴിഞ്ഞ ഒരു 8 ലക്ഷം ആക്കി. 8 ലക്ഷം അത് നോക്കുന്ന എസ്റ്റിമേറ്റ് നോക്ക്. മാണിക്കക്കല്ലാൾ ബുക്കാളെ കണ്ടോളി. ഇനി വെറുതെ ഇങ്ങനെ നിങ്ങളിങ്ങനെ പറഞ്ഞിരുന്നല്ലോ 2-3 ലക്ഷം കൊണ്ടെല്ലാം തീരുന്നില്ലത്. അതിൽ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. 3 ലക്ഷം സർജറിക്ക്, 20,000 രൂപ മെഡിസിന്, 70,000 രൂപ ടെസ്റ്റിന്, അതിനുശേഷമുള്ള മരുന്നിന് മാസം 15,000. ഇനി എന്തെങ്കിലും സർജറിയിൽ കോംപ്ലിക്കേറ്റഡോ അല്ലെങ്കിൽ മറ്റേ ക്രിയാറ്റിന്റെ അളവ് കുറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു ഇഞ്ചക്ഷന് 1.5 ലക്ഷം. 2.25 ലക്ഷം രൂപ കൊണ്ട് പോയാൽ അവിടെ നിന്ന് ആ മറ്റേ പാരഗൺ ഹോട്ടലിൽ പോയി നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് വീട്ടിൽ തന്നെ തിരിച്ചു വരാൻ പറ്റും. വെറുതെ ആളുകളെ പൊട്ടം കളിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ നോക്കാം കേട്ടോ. ഒരു മിനിറ്റ്. ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കൂലേ? ഒരു രോഗി അവന്റെ അവസ്ഥ തുറന്നു പറഞ്ഞാലും ഇത്രയും തെളിവ് സഹിതം കാര്യങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ ആശുപത്രി മാനേജ്മെന്റ് പറയുന്നതാ. ആശുപത്രിയിലെ മാനേജർ വന്ന് പറയേ ഞങ്ങൾ ഇവിടെ 1.5 ചെയ്യണം. ആശുപത്രി 1.5 എന്ന് പറയണു. അപ്പൊ രോഗിക്ക് വേണ്ടി പറയുന്നവരെ കള്ളന്മാര്.
വല്ലാത്ത മനുഷ്യന്മാരാ. ഞാൻ വരാട്ടോ. ഇതെവിടെ സ്ഥലം എവിടെയാണ്? ഇവിടെ അടുത്താണ്. ഒറ്റപ്പാലം വാണിയംകുളം. ഇത് ഒന്ന് കാര്യമായിട്ട് പരിഗണിക്കണം കേട്ടോ. ഇത് ഞാൻ ചെയ്തുതരാം. ഇബ്രാഹിമാനത്തിന്റെ അവിടെ അല്ലേ? ഓക്കെ. വീഡിയോ ഇടുന്നോണ്ട് കുഴപ്പമുണ്ടോ? വീഡിയോ കുഴപ്പമില്ലല്ലോ. ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറയാൻ ഒരിക്കലും പേടിക്കരുത്. കാരണം എന്താണെന്നറിയോ, നിങ്ങളെ പോലുള്ള ആളുകൾ ഇത് പറയുമ്പോഴാണ് ജനങ്ങൾ ഇപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയ ചാരിറ്റി എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് വന്നപ്പോൾ ഈ ജനങ്ങളുടെ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അല്ലേ ഇത്രയും ആളുകൾ രക്ഷപ്പെട്ടത്, ഇതിലൊരുപാട് ആളുകളെ സഹായിക്കുന്നത്. ഈ സാധനത്തിനെ ഇല്ലാതാക്കാനുള്ള പണികൾ പല ആളുകളും ചെയ്യുന്നുണ്ട്. ഇതില്ലാതായാൽ ആർക്കാ നഷ്ടം? രോഗികൾക്ക് തന്നെ നഷ്ടം. എനിക്കത് നഷ്ടമാണ്. എനിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാം എന്നതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എത്ര രൂപയാണ് സർജറിക്ക് എന്നുള്ളത് അല്ലേ? ഇത് നിങ്ങൾ തുറന്നു ഇപ്പൊ നിങ്ങൾ എന്റെ മുന്നിൽ വന്നിരുന്നു ഞാനിത് പറഞ്ഞതുകൊണ്ട് പല ആളുകൾക്ക് മനസ്സിലായി 2.25 കഴിഞ്ഞു പോകുമ്പോൾ 6 ലക്ഷം 7 ലക്ഷം ആവുന്നുള്ളത് ഇപ്പൊ ജനങ്ങൾക്ക് ഇത് എസ്റ്റിമേറ്റുമായി തന്നെ മനസ്സിലായി. നിങ്ങൾ ചെയ്യണ്ട, കൃത്യമായി എഴുതി കൊടുത്ത റിപ്പോർട്ടിൽ ആളുകൾക്ക് മനസ്സിലായി. ഇനി ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലേക്കും അല്ലേ? പക്ഷെ ഇവര് പറഞ്ഞ 2.25 എന്ന് വിശ്വസിച്ച് കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ 2.25 മാത്രം തിരിച്ചു കൊടുത്തിട്ട് കൈ കഴുകിപ്പോയ കമ്മിറ്റിക്കാരുണ്ട്. എന്ത് ഈ രോഗികൾ പിന്നെ ആണ്ടിനും അമാവാസിക്ക് ഏതെങ്കിലും 1 2 എണ്ണത്തിന് ഇതുപോലെ ചെയ്തു കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സൗജന്യം ഒരു ചെയ്തോട്ടെ. അതൊക്കെ നല്ല കാര്യമാണ്. ഒരു ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, കുറഞ്ഞ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒരുപാട് ആളുകൾ ചീരഴിയുന്നുണ്ട്. ഈ എഴുതുന്നില്ല നമ്മൾ എമർജൻസി വീഡിയോ ചെയ്യണം, അതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ അവരിലേക്ക് നമുക്ക് പോവാം. ബാലൻസ് വരുമ്പോൾ അവിടെ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ട് ബാക്കിയുള്ളത് വേറെ രോഗികൾക്ക് കൊടുക്കണം കേട്ടോ. ഞാൻ നോക്കാം. ഇത് നമ്പർ ഉണ്ടല്ലോ, ഞാൻ നോക്കാം. ചെയ്യാട്ടോ. എല്ലാവർക്കും ഈ പാവങ്ങളെ നിങ്ങളുടെയും കിഡ്നി കംപ്ലൈന്റ് ആണ്. ലിവറാണ്. ആർക്കാണ്? 59 വയസ്സുണ്ടോ? എവിടെ കാണിക്കണേ? ഈ 59 വയസ്സുള്ള ആൾക്ക് മാറ്റിയിട്ടാണ് പറഞ്ഞത്. ന്യൂസില നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. സാധാരണ നല്ല ഡോക്ടേഴ്സുമാർ ഇത് മാറ്റിവെക്കാൻ നിർദ്ദേശിക്കില്ല. മാറ്റിവെക്കണമെന്ന് പറയില്ല. കാരണം ഏജ് ഓവറാണ്. മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ടൊക്കെ മാറ്റിവെക്കും. പണം വാങ്ങി ഇന്നത്തേക്ക് ആളെ കിട്ടും. ശരി, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇത് നിങ്ങൾ വേറെ ഡോക്ടേഴ്സായിട്ട് സർജറി ആശുപത്രിയല്ല, ഇതല്ലാത്ത നല്ല ഡോക്ടേഴ്സായിട്ട് ഇവിടെ 1-2 നല്ല ഡോക്ടേഴ്സ് പുറത്തുള്ള വലിയ ആശുപത്രിയിലെ ഡോക്ടേഴ്സായിട്ട് ഇതിലൊരു ടെസ്റ്റുകൾ മറ്റു റിപ്പോർട്ടും കാര്യങ്ങളും കാണുമ്പോൾ എന്താ പാടെ അങ്ങനെ പോണു? എന്ത്
ഇതൊക്കെ സുഖം. ഓയ് ബാറ്ററി ചാർജ് ഒന്നും കഴിയുങ്ങളേ ഇഞ്ചതോ ഇനിയിപ്പോൾ ഇഞ്ച ചാർജ് അയച്ചാൽ കേട്ടോ, ഞാൻ നാട്ടിൽ പോകേണ്ട ഒരു കുത്തിയൊക്കെ. ഇയാൾ നമ്മളെ സഹായിക്കുമെന്ന് പറയുന്നു. ഇയാൾ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് സമൂഹത്തിൻ്റെ പൈസ കൊണ്ട്. എന്നിട്ട് ഇയാൾ പറയുന്നു കൊടുത്ത് ഞാൻ സഹായിക്കും.